ഇത് വൈക്കോല് കെട്ടാക്കുന്നതാണ്. ഇത് ഒരു ഒന്നൊന്നര കാഴ്ചയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിലൊക്കെ എന്തിരിക്കുന്ന ചിന്തിച്ചു പോകും. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത്തരം കാഴ്ച കാണാൻ മലേഷ്യക്ക് പോയ ആൾക്കാരുണ്ട്, ഇന്തോനേഷ്യക്കും ഫിലിപ്പീൻസിലേക്കും പോയ ആൾക്കാരുണ്ട്. അത് എങ്ങനെയാ വെച്ചാൽ ഇവിടുന്ന് ആളുകളെ വലിയ വലിയ കമ്പനികൾ ടൂർ കൊണ്ടുപോയിട്ട് അവിടുത്തെ ടൂർ ഗൈഡുമാർ കാണിച്ചു കൊടുത്ത കാഴ്ചകൾ എന്താ വെച്ചാൽ ഇതൊക്കെയാണ്. ആ വണ്ടി അതിൽ ഇതുപോലത്തെ പെട്ടുകളാക്കേണ്ട കാഴ്ചകൾ, നെല്ല് കൊയ്യേണ്ട കാഴ്ചകൾ, അതുപോലെ നാറ് നടുന്ന കാഴ്ചകളൊക്കെ ആർക്ക് കാണിച്ചു കൊടുക്കുക? നമ്മളെ മലയാളികൾക്ക്. എന്നാൽ മലയാളികൾ പലരും തൊട്ടടുത്ത പാടുണ്ടായിട്ട് ആ കാഴ്ച കണ്ടിട്ടില്ല. ടൂറ് പോയി 10,000 20,000 ലക്ഷങ്ങളും കൊടുത്ത് അവിടെ പോയപ്പം ആ കാഴ്ച കാണേണ്ടി വന്നു, അതിൽ സന്തോഷം അടയേണ്ടി വന്നു. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലത്തെ പാടത്തേക്ക് എന്ത് ചെയ്യുക, വരിക, പാടത്തേക്ക് വരിക. കുട്ടികളെ ബീച്ചിക്കും പലയിടത്തേക്കും കൊണ്ടുപോകണ ഇടയ്ക്കൊന്ന് ഈ കാഴ്ച ഉണ്ടല്ലോ, ഇതൊരു ഒന്നൊന്നര കാഴ്ച. ഇവിടെ നെല്ല് പാക്ക് ചെയ്യൽ, അതുപോലെ തന്നെ നെല്ല് ഇത് കെട്ടാക്കൽ, നെല്ല് കെട്ടാക്കണ ആ വണ്ടിൻ്റെ അടുത്തേക്ക് ഒന്ന് വന്നിട്ട് ഒരു ഒന്നൊന്നര കാഴ്ച. അത് വൈക്കോല് കെട്ടായിക്കൊണ്ടിരിക്കണതാണ്. വൈക്കോല് കെട്ടായി അതാ കൊഞ്ഞാടി. യെസ്, ഇത് കൺട്രോൾ ചെയ്യാം. കൃഷിക്കാരൻ്റെ അടുത്ത സന്തോഷത്തിൻ്റെ ഘട്ടം, നെഞ്ചെടുപ്പിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ഘട്ടം. നമ്മൾ പല ഘട്ടം ചെയ്യുന്നുണ്ട്, അതിലത് ഒരു ഘട്ടമാണ്. ഇതൊക്കെ വന്ന് കാണാനുമാണ് ഭാഗ്യം. സ്വന്തം നാട്ടിലുണ്ടായിട്ടേ ഇതൊക്കെ കുട്ടികളെ കൊടുന്ന് കാണിച്ചു കൊടുത്താൽ അതൊരു ഒന്നൊന്നര കാഴ്ചയാണ്. ഒരുപാട് ഭാഗം ചാക്കിലാക്കി കൃഷിക്കാരന് ഏകദേശം സമാധാനമായി. അത് ഏകദേശം സമാധാനമായി. കൊയ്തു ചാക്കലായി. പിന്നെന്താ സമാധാനക്കേടുന്ന്? അത് മാത്രം പോരാ, ഇതിൻ്റേതായ ആളുകൾ വന്നെടുത്താൽ മാത്രം പോരാ, അവരെ സംബന്ധിച്ച് അതിൻ്റെ പൈസ ബക്കറ്റ് ഇത് ചാക്കിലാക്കി അതിൻ്റെ പൈസ ബാങ്കിലെ അക്കൗണ്ടിൽ വന്ന് അതിലാണ് അവർക്ക് സമാധാനമുള്ളത്. കാരണം ഈ കൃഷി ചെയ്യാൻ, ഇതിൻ്റെ പണം മുടക്കാൻ അങ്ങനെ ഒരുപാട് സംഗതിയുണ്ട്. ഇതൊന്നും എന്തെന്ന് പറയുക, ആദ്യം മുൻകൂട്ടി ആരെങ്കിലും കൊടുത്തുകാണ്ടോ അല്ലെങ്കിൽ സർക്കാരൊക്കെ കുറേ കൊടുത്തുകാണ്ട് ചെയ്യേണ്ടതില്ല. ഒരുവിധ ആൾക്കാർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്താണ്. ചില ആൾക്കാർ ലോൺ ഉണ്ടാവും, ചില ഈ ലോൺ തിരിച്ചടക്കണ്ടേ, ടൈമിന് കിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ചാക്കിലായാൽ മാത്രം ഇവർക്ക് സമാധാനമാവില്ല എന്ന് ചുരുക്കം.